നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൌട്ട് പ്ലേ ഓഫിൻ്റെ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ രാത്രി ഇന്ത്യൻ സമയം 1:30 ഏറ്റുമുട്ടുമ്പോൾ അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ കളിക്കാനുണ്ടായേക്കില്ല എന്ന റിപ്പോർട്ട് വരുന്നു. ആദ്യ പാദത്തിൽ 1-0 വിജയമാണ് റയൽ മാഡ്രിഡിനുള്ളത്. അതൊരു ട്രിക്കി ലീഡാണ്. അതുകൊണ്ട് ആശ്വാസത്തിൽ കളിക്കാനിറങ്ങാൻ പറ്റില്ല. മികച്ച വിജയം നേടിയേ പറ്റൂ. പക്ഷേ അതിന് മുന്നോടിയായിട്ടാണ് ഈ തിരിച്ചടി. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ആൽവാരോ അർബിലാവോ പറഞ്ഞിരുന്നത് കിലിയൻ എംബാപ്പെ റെഡിയാണ്, അവൻ കളിക്കുമെന്നാണ്. പക്ഷെ അതിനുശേഷം ട്രെയിനിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായി, പരിക്കിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്നാണിപ്പോൾ ഫ്രഞ്ച് മാധ്യമം ലേക്യുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സ്പാനിഷ് മാധ്യമങ്ങളും ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗുയർമോ റായ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്ലബ് സോഴ്സസ് പറയുന്നത് എംബാപ്പെ ഈ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ്. അതേസമയം താരവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കില്ല എന്നാണ്. ആൽവാരോ ആർബിലോവ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കിലിയൻ എംബാപ്പെ ഈസ് റെഡി ടു പ്ലേ ടുമാറോ എന്നാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിനെയും കമ്മിറ്റ്മെൻറ്റിനെയും ഞാൻ വാല്യൂ ചെയ്യുന്നു. അദ്ദേഹം കളിക്കളത്തിൽ ഞങ്ങളെ സഹായിക്കും. ഒരു ഡിഫറൻഷ്യൽ പ്ലെയറാണ് അദ്ദേഹം. ഡിഫൻഡേഴ്സിന് അറിയാം എന്ത് തരത്തിലുള്ള നീക്കം അദ്ദേഹം ചെയ്താലും കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. നാളത്തെ മത്സരത്തിന് അവൻ റെഡിയാണ്. ഐ ആം ഷുവർ ഹി വിൽ മേക്ക് എ ഗ്രേറ്റ് ഗെയിം എന്നാണ് ഇന്നലെ ആർബിലോ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ലേക്കിപ്പ് പുറത്തുവിടുന്നത്. എംബാപ്പയുടെ തിരിച്ചുവരവ് എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. അദ്ദേഹം കഴിഞ്ഞൊരു 6 ആഴ്ചക്കാലത്തോളമായിട്ട് കാൽമുട്ടിൽ വേദനയുമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇന്നത്തെ ട്രെയിനിങ്ങിനിടക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി, അൺബെയറിംഗ് ആയ രൂപത്തിൽ വേദന വന്നു. സോ ഇനിയും കളി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് സീസണിൻ്റെ ബാക്കി ഭാഗങ്ങളും വേൾഡ് കപ്പും നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ലേക്യുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. സ്പെയിനിൽ നിന്ന് വരുന്ന സൂചനകൾ ഇന്ന് അദ്ദേഹം പുറത്തിരിക്കുമെന്നാണ്. ഏതായാലും എംബാപ്പെ ഇല്ലെങ്കിൽ റയലിൻ്റെ മുന്നേറ്റ നിരയുടെ ശക്തി കുറയുമെന്നത് ഉറപ്പാണ്. എന്നാൽ പോലും അവർക്ക് വിജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.